സുരക്ഷിതമല്ലാത്ത ടാറ്റു കുത്തൽ അപകടങ്ങളേറെയെന്ന് ആരോഗ്യ വിദഗ്ധർ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ചെറുപ്പക്കാർക്കിടയിൽ ഇന്ന് ടാറ്റൂയിങ് വ്യാപകമായി കാണാറുണ്ട്. എന്നാൽ സുരക്ഷിതമല്ലാത്ത ടാറ്റു ചെയ്യൽ മാരക രോഗങ്ങൾ വിളിച്ചു വരുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യ വിദഗ്ധർ. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ തെരുവോരങ്ങളിലും ഉത്സവ പറമ്പുകളിലും ഇന്ന് പച്ചകുത്താൻ സൗകര്യമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സുരക്ഷിതമല്ലാത്ത ടാറ്റു ചെയ്യൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. ഒരാൾക്ക് ടാറ്റു ചെയ്യാൻ ഉപയോഗിച്ച സൂചി തന്നെ കൂടുതൽ പേരിൽ ഉപയോഗിക്കുന്നതോടെ എയ്ഡ്സ് ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധി ടാറ്റു സ്റ്റുഡിയോകളാണ് ലൈസൻസ് പോലും ഇല്ലാതെ ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇവർക്കെതിരെ പോലും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകാത്തത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ടാറ്റു ആർട്ടിസ്റ്റുകൾക്കും സ്റ്റുഡിയോകൾക്കുമുള്ള ലൈസൻസും പരിശോധനയും നിർബന്ധമാക്കണമെന്ന് 3 വർഷം മുൻപ് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. ഹെൽത്ത് ഇൻസ്പെക്ടർ, ജില്ലാ കെമിക്കൽ അനലിറ്റിക്കൽ ലാബിലെ ഉദ്യോഗസ്ഥൻ, മലിനീകരണ ബോർഡ് ഉദ്യോഗസ്ഥൻ എന്നിവർ ഉൾപ്പെട്ട സമിതിയുടെ മേൽനോട്ടത്തിലാണ് പരിശോധന നടത്തേണ്ടത്. എന്നാൽ ഇത്തരം പരിശോധനകൾ ഇതുവരെ ഒരിടത്തും നടന്നിട്ടില്ല. അതിനാൽ തന്നെ മിക്കയിടങ്ങളിലും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ടാറ്റൂയിങ് തുടരുകയാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഇന്ന് യുവാക്കൾക്കിടയിൽ ടാറ്റൂയിങ് തരംഗമാകുന്നുണ്ട്. അതിനാൽ തന്നെ സുരക്ഷിതമല്ലാത്ത ടാറ്റു ചെയ്യൽ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. തെരുവുകളിലെ ടാറ്റു ആർട്ടിസ്റ്റുകളായി എത്തുന്നത് മിക്കവാറും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. തെരുവുകളിൽ മാത്രമല്ല, ബാർബർ ഷോപ്പുകളിൽ പോലും ടാറ്റു ചെയ്തു കൊടുക്കുന്നത് ഇന്ന് സർവ്വസാധാരണമായി കഴിഞ്ഞു. അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരുന്നാൽ ഇത്തരത്തിലുള്ള സുരക്ഷിതമല്ലാത്ത പച്ചകുത്തൽ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരും. ഒപ്പം നിരവധി മാരക രോഗങ്ങളും.